അടുത്ത ക്വസ്റ്റ്യൻ, 4 coins are tossed simultaneously. What is the proper probability of getting 2 heads? 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. 4 കോയിൻ ഒരേ സമയത്ത് ടോസ് ചെയ്യണം. അപ്പം ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് തന്നെ പറയുമ്പം നമ്മൾ ഓർക്കുക, എത്ര ഹെഡ് കിട്ടുന്നോ അതായിരിക്കും റാൻഡം വേരിയബിൾ. എന്താണോ വേണ്ടുന്നത് അതായിരിക്കുമല്ലോ റാൻഡം വേരിയബിൾ. അപ്പോൾ ഇവിടെ ഹെഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് എത്ര ഹെഡാണോ കിട്ടുന്നത് അതായിരിക്കും റാൻഡം വേരിയബിൾ. പിന്നെ ഇവിടെ നമുക്ക് സക്സസും ഫെയിലിയറും എടുക്കാം. ഇതിപ്പോൾ ബൈനോമിയലിൻ്റെ കേസ് പറയുന്നതാണ്. സക്സസും ഫെയിലിയറും എടുക്കാം. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടുന്നതായിരിക്കും. ഹെഡാണ് കിട്ടുന്നത് നമുക്ക് വേണ്ടത്. അപ്പോൾ ഹെഡ് കിട്ടുന്നത് സക്സസ്. ഫെയിലിയർ എന്ന് പറയുമ്പം എന്താ ടെയിൽ വരുന്നത്. പിന്നെ എത്ര നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടെന്നുള്ളത്. നമ്പർ ഓഫ് ട്രയൽസ് പറഞ്ഞാൽ എത്ര തവണ ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ 4 കോയിനാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 4 ട്രയൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ N4. പിന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പം നമ്മൾ നോക്കുക, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം നമ്മൾ ഈ പ്രോബബിലിറ്റി നോക്കുന്നത് ഒറ്റ ട്രയലിലെ കാര്യമാണെങ്കിൽ അല്ല നോക്കുന്നത്. കാരണം മൊത്തം അല്ല നോക്കുന്നത്, ഒരു ട്രയലിലെ പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ എന്താ, ഓരോ ആ ട്രയലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് വീഴാനുള്ള ചാൻസ് എങ്ങനെ, ഒറ്റ തവണ വീഴത്തുള്ളൂ, 2 ചാൻസേ ഉള്ളൂ. ഇപ്പോൾ 1/2 പ്രോബബിലിറ്റി. അതാണല്ലോ സക്സസ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് P = 1/2. അപ്പം പിന്നെ Q എന്ന് പറയുമ്പം നമുക്കറിയാം 1 - P ആണ് Q. അപ്പോൾ 1 - 1/2 1/2 ആണ്. ഇനി അപ്പോൾ നമുക്ക് ഇത് രണ്ട് നോക്കുമ്പം N കിട്ടി, P കിട്ടി. നമുക്ക് അപ്പം ബൈനോമിയൽ എഴുതാമല്ലോ. ബൈനോമിയൽ ആണോ എന്ന് നോക്കേണ്ടത് 2 പോസിബിൾ ഔട്ട്കമേ ഉണ്ടാകാവുള്ളൂ. പിന്നെന്താ, 2 പ്രോബബിലിറ്റി ഉണ്ടായിരിക്കണം. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള 2 പ്രോബബിലിറ്റി. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 ആയിരിക്കണം. ഇതൊക്കെയാണല്ലോ. അപ്പം ഇത് പിന്നെ ഒരു ട്രയൽ ചെയ്യുമ്പം ഒരു പ്രോബബിലിറ്റിയെ വരാൻ പാടുള്ളൂ. എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് പറയാൻ പറ്റും എക്സ്, അതായത് ഈ റാൻഡം വേരിയബിൾ എന്ത് ഫോളോ ചെയ്യുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് N ആൻഡ് P എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ Nൻ്റെ സ്ഥാനത്ത് ഇവിടെ നമ്മൾ അതിലിട്ട് കൊടുക്കാം. N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ട്രയൽസ്, 4 തവണയാണ് ട്രയൽസ് വരാൻ സാധ്യത. 4. പിന്നെ പിയുടെ പിന്നെ പിയുടെ വാല്യൂ P 1/2. സക്സസിൻ്റെ വാല്യൂ 1/2. അത് 1/2 ഇട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈനോമിയലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് f(x)ൻ്റെ വാല്യൂ എഴുതാൻ പറ്റും. ഫംഗ്ഷൻ എഴുതാൻ പറ്റും. f(x) = NCX P(x) Q(n - x) അത് നമുക്ക് തിരുത്തി എഴുതാം. Nൻ്റെ അവിടെ 4, പിയുടെ അവിടെ 1/2, Qൻ്റെ അവിടെ 1/2. അപ്പം എക്സിന് വാല്യൂസ് ഇത് ജനറലായിട്ടുള്ള ഇത്. എക്സിന് 0, 1, 2 തൊട്ട് N വരെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം f(x) = 4, Nൻ്റെ അവിടെ 4CX P 1/2 Q 1/2. അതിപ്പോൾ 1/2 x 1/2 4 - x. പിയുടെയും Qൻ്റെയും വാല്യൂ ആണ്. ഇത് തിരിഞ്ഞു പോകരുത്. ഇത് പിയുടെ വാല്യൂ, ഇത് രണ്ടും 1/2 ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ എക്സിൻ്റെ വാല്യൂസ് വരുമ്പം 4 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം എത്ര നമ്പർ ഓഫ് ഹെഡ് വരെ വരാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണല്ലോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് എന്ന് പറയുമ്പം അതാണല്ലോ പറഞ്ഞേക്കുന്നത്. എത്ര നമ്പർ ഓഫ് ഹെഡ് എത്ര വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 എണ്ണം ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചിലപ്പം 1 വരത്തില്ല, ചിലപ്പോൾ 1 വരും, 2 വരാം, 3 വരാം, 4 ഹെഡ് വരെ വരാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസസ് ഇൻ N ട്രയൽസ്. N തവണ ട്രയൽസ് നടത്തുമ്പം എത്ര സക്സസ് വരുന്നു എന്നുള്ളതിനെയാണ് എന്ത് കാണിക്കുന്നത്? എക്സ് കാണിക്കുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്, 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യില്ല, ഈ എക്സിൻ്റെ വാല്യൂയിലോട്ട് 2 ഇട്ട് കൊടുത്താൽ മതി. അതായത് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഹെഡ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ചോദിച്ചേക്കുന്ന എന്തുവാ, 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത. നമ്മൾ ഫംഗ്ഷൻ എഴുതി വെക്കുമ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ അതിനകത്തുണ്ട്.
അപ്പോൾ ആകെ അത് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഈ റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂസാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ ഹെഡ് കിട്ടുന്നതായതുകൊണ്ട് 2 ഹെഡ് കിട്ടുന്ന വാല്യൂ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 ആവാനുള്ള സാധ്യത. അതാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് പി ഓഫ് x2 എന്ന് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നതിൽ അങ്ങനെ ഓർക്കുക. പ്രോബിലിറ്റി ഓഫ് റാൻഡം വേരിയബിൾ ഇസ് ഈക്വൽ ടു 2, അതായത് പ്രോബബിലിറ്റി നമ്മൾ സാധ്യത റാൻഡം വേരിയബിൾ എക്സ് 2 ആവാനുള്ള സാധ്യത, റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ 2 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പം അതെന്താ എഫ് ഓഫ് 2 എന്ന് നമുക്ക് എഫ് ഓഫ് 2 അല്ലേ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പം ഈ 2ന് ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 4c2 1/2 റേസ് ടു 2 ഇൻറ്റു 1/2 റേസ് ടു 4 മൈനസ് 2. 4c2 നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുമ്പോൾ 6 വരും. പിന്നെ 1/2 റേസ് ടു 2, അപ്പോൾ ഈ 2ൻ്റെ പവർ ഓരോന്നിനും കൊടുക്കുക. ന്യൂമറേറ്ററിനും കൊടുക്കുക, ഡിനോമിനേറ്ററിനും കൊടുക്കുക. 1/2 റേസ് ടു 4 മൈനസ് 2, ഇവിടെയും 2 ആണ് വരുന്നത്. അപ്പം 4c2 വരുമ്പം 6 വരും. 6 ഇൻറ്റു ഇത് വരുമ്പം 1ൻ്റെ സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ 1/4, ഇതും 1/4 വരും. 1/4 ഇൻറ്റു 1/4 അത് ക്യാൻസൽ ചെയ്ത് കളയുമ്പം 6ഉം 4ൻ്റെ എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ 3/8 എന്ന് വരും. അല്ലെങ്കിൽ ഇത് അടിച്ചു കൊടുത്താൽ മതി, കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമ്പോൾ ഇതിന് ഈക്വലായിട്ടുള്ള വാല്യൂ കിട്ടും. ഇനി വേറൊരു കേസ് പറഞ്ഞിരിക്കുന്നത്, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ മീനും വേരിയൻസും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ബാക്കിയുള്ള ടേംസ് എല്ലാം എഴുതണം. അപ്പോൾ നമുക്ക് അറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ NP എന്നാണ് വാല്യൂ, വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ NPQ ആണെന്നറിയാം. അപ്പം NP ഇസ് ഈക്വൽ ടു 4 എന്നുണ്ട്, മീൻ 4, NPQ 12/9, ഇത് 2 ഇക്വേഷനായിട്ട് എഴുതാം. അപ്പോൾ നമുക്കിനി Q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2 ഇക്വേഷനും നോക്കുമ്പോൾ കണ്ടോ NPയുടെ വാല്യൂ 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ NPയുടെ വാല്യൂ ഇങ്ങോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഇക്വേഷനിൽ 2 എന്നുള്ള ഇക്വേഷനിൽ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് ഈ NPക്ക് 4 ഇട്ട് വെക്കുമ്പോൾ 4 ഇൻറ്റു Q ഇസ് ഈക്വൽ ടു 12/9. ഈ 4 അപ്പുറത്ത് പോകുമ്പം ഡിനോമിനേറ്ററിലാവും. Q ഇസ് ഈക്വൽ ടു 12/9 ഇൻറ്റു 4. അപ്പോൾ ഈ 9ഉം 12ഉം 9ഉം വെട്ടിയിട്ട് ലാസ്റ്റ് 1/3 എന്ന് വരും. ഓക്കെ, ഇനിയും നമുക്ക് Q കിട്ടി. Q എന്ന് പറയുമ്പം Pയുടെ വാല്യൂ കിട്ടുമല്ലോ, Pയും Qയും കൂടെ കൂട്ടുമ്പോൾ 1 വരണം. അപ്പം Pയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ P is equal to 1 minus Q ചെയ്യുമ്പം 1 minus 1/3 2/3 വരും. അപ്പോൾ ആദ്യത്തേതിൽ നമുക്ക് NP ഉണ്ട് is equal to 4 എന്ന്. ഇവിടെ നമുക്ക് Pയുടെ വാല്യൂ 2/3 കിട്ടി. അപ്പോൾ ഈ 2/3 ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ Nൻ്റെ വാല്യൂ കിട്ടും. N ഇൻറ്റു 2/3 is equal to 4. ഇതിപ്പുറത്ത് ഈ ഫ്രാക്ഷൻ അപ്പുറത്തെ സൈഡിൽ പോകുമ്പം റെസിപ്രോക്കൽ എടുക്കണം. 3 മേളിൽ വരും, 2 താഴെ വരും. 4 ഇൻറ്റു 3/2 അത് ക്യാൻസലായി പോകുമ്പോൾ 6 വരും. ഇനി നമുക്ക് ഇതിനകത്ത് ഓൾറെഡി തന്നിട്ടുണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഫോമിൽ എഴുതാം. എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്നിൻ്റെ വാല്യൂ 6, പിന്നെ Pയുടെ വാല്യൂ 2/3, അതാണ് 6 2/3. ഇനി ടേംസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് പറയുമ്പം 6 എന്ന് തന്നിട്ടുണ്ട്, അതായത് 6 പ്രാവശ്യമാണ് ട്രയൽ എടുക്കുന്നത്. അപ്പോൾ 6 തവണയാണ് ട്രയൽ എടുക്കുന്നത്. പക്ഷെ അപ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് വരുന്ന എവിടെ തൊട്ടാണ്? 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. 0 1 2 3 അങ്ങനെയാണ് പോകുന്നത്, N വരെ. 0 1 2 3 എന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അത് N വരെ പോകത്തില്ല. കാരണം N നോക്കുക, 0 1 2 3 4 5 വരുമ്പം അപ്പം തന്നെ 6 വാല്യൂസ് 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് വെച്ചാണ് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 6cx, അതായത് NCX എന്നുള്ളത് Nൻ്റെ അവിടെ 6, Pയുടെ വാല്യൂ 2/3 റേസ് ടു എക്സ്,
ക്യൂവിൻ്റെ വാല്യൂ 1/3 റേസ് ടു n 6 മൈനസ് എക്സ്. എൻ്റെ വാല്യൂ 0 1 2 3 4 5 6 വരെ, അല്ല എക്സിൻ്റെ വാല്യൂസ് 0 1 2 3 4 5 6 വരെ ഉണ്ട്. ഇനി ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. ഈ 6 എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം 6 വരുമ്പോൾ 6ൻ്റെ വാല്യൂ എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമാണ്. ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് തെറ്റിയാന്ന് തോന്നുന്നു. ഇത് വരുമ്പം എന്താ n ട്രയൽസ് ഉണ്ടെങ്കിൽ n+1 തവണയാണ് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ ഇപ്പം 6 വരെയാണ് തന്നിട്ടുണ്ടെന്ന് പറയുമ്പം 0 തൊട്ടെടുക്കുമ്പോൾ 7 വാല്യൂ, അങ്ങനെ എഫ് ഓഫ് 6 വരെ കണ്ടുപിടിക്കണം. ഇനിയും ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദ വാല്യൂസ് ഓഫ് പി ആൻഡ് എൻ, ക്യൂ ആൻഡ് എൻ ആൻഡ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദം ഇൻ ദ ഫംഗ്ഷൻ. ആദ്യം നമുക്ക് തന്നേക്കുന്നതിന് ഇങ്ങനെയാണോ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അതിനകത്തുനിന്ന് പിയുടെ വാല്യൂ, ക്യൂവിൻ്റെ വാല്യൂ, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് സക്സസിൻ്റെ പ്രോബിലിറ്റി, ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി, പിന്നെ നമ്പർ ഓഫ് ട്രയൽസ്, ഇത്രയും കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനിൽ, നമ്മുടെ ബൈനോമിയൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പം നമുക്ക് എന്താ വി ഗെറ്റ് ദ പ്രോബിലിറ്റി ഫങ്ഷൻസ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി ഫങ്ഷൻ കിട്ടും. നമ്മൾ മേളിൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് അതുപോലെ കിട്ടും. ഇനിയും വി ഗെറ്റ് ഇതാണ്, ഇതിന് പകരം പ്രോബിലിറ്റി ഫങ്ഷൻ കിട്ടും. ഇനിയാണ് നമ്മൾ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 എക്സെട്ര n ഇൻ ദ ഫങ്ഷൻ. ആ ഫങ്ഷനിലോട്ടാണ് നമ്മൾ ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. എഫ് ഓഫ് എക്സ് നമുക്കൊരു ഫങ്ഷൻ, ഈ എന്നും സിയും ക്യൂ ഇട്ട് കഴിയുമ്പോൾ വേറൊരു ഫങ്ഷൻ കിട്ടുമല്ലോ. ആ ഫങ്ഷനിലോട്ട് എക്സിൻ്റെ വാല്യൂസ് എത്രയാണോ തന്നേക്കുന്നത് 0 തൊട്ട് എത്ര വരെയാണോ അതിട്ട് വെക്കുക, ശരിയായിട്ടുള്ളൂ. n+1 ഫോംസ് കിട്ടും. ഈ എഫ് ഓഫ് എക്സ് എന്നുള്ളതിൻ്റെ n+1 എണ്ണം കിട്ടും. ഇനി ഈച്ച് അങ്ങനെ കിട്ടുന്ന ഓരോ എഫ് ഓഫ് എക്സിൻ്റെ കൂടെയും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. n എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി. നമുക്കൊരു റാൻഡം വേരിയബിളും കാണും, ആ റാൻഡം വേരിയബിളിൻ്റെ ഫ്രീക്വൻസിയും കാണും, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ആ തന്നിരിക്കുന്ന ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി കിട്ടും. ആ ടോട്ടൽ ഫ്രീക്വൻസി ഓരോ എഫ് ഓഫ് എക്സിൻ്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് കിട്ടുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുത്തതാണ് ഒരു ക്വസ്റ്റ്യനാണ് ഫിറ്റിങ്ങിൻ്റെ.